ഇതെങ്ങനെയുണ്ട്? ഇത് മതി. കൊള്ളാമോ? മുത്തുമാല ഇട്ടിട്ട് അമ്മൂട്ടിക്ക് ഒരു ചന്തവുമില്ല. പാവങ്ങൾക്കൊക്കെ ഇത് തന്നെ അധികം. സ്വർണ്ണപ്പണിയും പണം പലിശയ്ക്ക് കൊടുക്കലൊന്നും ഞങ്ങൾക്കില്ലല്ലോ. അത് അച്ഛനല്ലയോ? ആ, കാശുണ്ടാകട്ടെ. പൊന്നുകൊണ്ടൊരു മാല തീർത്ത് ഈ കൈ കൊണ്ട് ഞാൻ എന്റെ അമ്മൂന്റെ കഴുത്തിൽ കെട്ടും. ആർക്കും പണിത് കൊടുക്കാത്ത ഒരു പണിത്തരമായിരിക്കും അത്. ആ മാലയുടെ പേരെന്താ നമ്മട്ടിക്കറിയാവോ? എന്താ? കല്യാണമാല. ദേ, എനിക്ക് തരാൻ വേണ്ടി വല്ലവരും കൊണ്ടു കൊടുത്തിരിക്കുന്ന പൊന്നെടുത്ത് മാല തീർത്തിട്ടേ വെറുതെ അച്ഛൻ്റെ ഇത് അടി വാങ്ങരുത്. എനിക്കാരുടെയും പൊന്നു വേണ്ട. എന്റെ അമ്മൂട്ടിയുടെ കഴുത്തിൽ കെട്ടാനുള്ള പൊന്ന് ഈ ഞാൻ അധ്വാനിച്ചുണ്ടാക്കും. എന്റെ പൊന്നു മക്കളെ, നിങ്ങളെങ്കിലും പോയി രക്ഷപ്പെട്, അല്ലെങ്കിൽ കാലം നിങ്ങൾ എല്ലാം ഞാൻ അറിഞ്ഞു. അമ്മൂട്ടി, ഞാൻ യാത്ര പറയാനാ വന്നത്. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവാ. വയ്യ അമ്മൂട്ടി, ഇനി തല്ലുകൊള്ളാൻ വയ്യ. ഇത് കണ്ടോ? ഇനി ഈ നാട്ടിൽ നിന്ന് അയാളെ കൊല്ലും. ഞാൻ പോട്ടെ അമ്മൂട്ടി. സ്വന്തം കാലം നിൽക്കാറാകുമ്പോ ഞാൻ വരും. അമ്മൂട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാൻ. നമസ്കാരം മുതലാളി. നമസ്കാരം. 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 നമസ്കാരം.
ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. തിരുമൽ ദേവാ, ഗൺപത് രക്ഷിക്കണേ. ദേവാ, ആജിജങ്കാറോ മേൽക്കാ ദൈവമേ, എന്നെ കച്ചവടം കിട്ടണേ. തിരുമൽ ദേവാ. ഹലോ, വെങ്കടേശ്വരപ്പൈ, സ്വർണത്തിന് മാർക്കറ്റ് എങ്ങനെയുണ്ട്? 15 കോടിയോ? കൊള്ളാം കൊള്ളാം. തനിക്ക് സുഖമാണോ? നമ്മളുടെ ഡയബറ്റിക് കംപ്ലൈന്റ് അങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. സ്വർണത്തിന് വില കയറുന്നുണ്ടെങ്കിലും പണ്ടാരം എന്റെ ഷുഗറിന്റെ അളവ് കുറയുന്നില്ല. ശരി ശരി, നാളെ വിളിക്കാം. ആ ആ അരെ ശ്രീനിവാസ, സ്വർണത്തിന് വില 15 രൂപ കൂടി. അപ്പൊ 2018. ശരി ശരി. ശ്രീനിവാസ, ആ എളുവുണ്ണ തറകന്റെ കല്യാണ ഓർഡർ ശരിയായോ? ഇല്ലാനേച്ചക്ക് പണി ആയില്ല. എന്താണിത്? നാളെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഓർഡറല്ലേ? സുബ്രഹ്മണ്യം ദിവാകരനും ലീവാണല്ലോ. സുബ്രഹ്മണ്യന്റെ ഭാര്യ പ്രസവത്തിന് പോയിരിക്കുകയാണ്. കഴിഞ്ഞ മാസല്ലേ അവന്റെ ഭാര്യ ഡെലിവറി ആയത്? അത് അവന്റെ ഭാര്യയല്ല, വാസുദേവന്റെ ഭാര്യയാണ്. ശരി ശരി, ആരുടെ ഭാര്യയായിരുന്നാലും പ്രസവങ്ങൾ നടക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല. മുതലാളി, ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ഭണ്ടാർ, രാവിലെ പിരിവാണോ? പോകാൻ പറ. പിരിവാണെന്ന് തോന്നുന്നില്ല. എങ്കിൽ വരാൻ പറ. ആരാണോ എന്താണോ നമ്മളുടെ പാട്. സ്വർണ്ണക്കട എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മുതലാളി, ആളുകൾ പോകും വരും. ഇതാണ്. എന്ത് വേണം? ഒരു ജോലി. അപ്പുറം തന്നെ സഹായക്കട. ഈ സ്വർണ്ണക്കടയാണ്, ജ്വല്ലറീസ്. മനസ്സിലായോ തനിക്ക്? എനിക്ക് സ്വർണ്ണപ്പണി അറിയാം. സ്വർണ്ണപ്പണി അറിയാമെന്നോ? നോക്കിയിട്ട് തോന്നുന്നുള്ളോ? എനിക്കറിയാം, നന്നായിട്ട് അറിയാം. അറേ ശ്രീനിവാസൻ, രണ്ടുപേരും ലീവ് ഉണ്ടല്ലോ. കുറച്ച് ദിവസത്തേക്ക് ഇവനെ അവിടെ വെച്ചാലോ? ശരി മുതലാളി. എന്താണ് നിന്റെ പേര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ ഭഗവാന്റെ പേരാണ്. പേരൊക്കെ കൊള്ളാം. നല്ല പണിയായിരിക്കണം. എവിടെയാണ് നിന്റെ സ്ഥലം? തൃത്താല. തൃത്താല, അതും കൊള്ളാം. നിനക്ക് ഞാൻ ജോലി തറന്നു. ഒരു കണ്ടീഷൻ, സത്യസന്ധമായി ജോലി എടുക്കണം. സ്വർണമാണ് ഞാൻ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ദുഷ്ടവിചാരങ്ങൾ മനസ്സിൽ തോന്നും, അടക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ കട അടപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇനി ശമ്പളത്തിന്റെ കാര്യമെല്ലാം മാനേജർ സംസാരിക്കും. പിന്നെ എവിടെയാണ് നിന്റെ താമസം? അതിപ്പം ഇവിടെ എന്റെ അമ്മാവിന്റെ പേരുണ്ട്. അതും നല്ലത്. ശ്രീനിവാസൻ, ഇവനെ കൊണ്ടുപോയി ജോലിയെല്ലാം ഏൽപ്പിച്ചു കൊടുക്കൂ. നീക്കൂ നീക്കൂ, വരൂ വരൂ. അവന്മാർ യൂണിയനിൽ ചേരണം, കൊടി പിടിക്കണം എന്നൊക്കെ പറയും. ചേരരുത്. ചേർന്നു എന്നറിഞ്ഞാൽ അന്ന് നീ പുറത്ത് ചെല്ലു. നിങ്ങളുടെ സാധനം എടുത്തോളൂ. ഒരു ബീഡി കത്തിക്കാൻ